നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്മോഹൻ ഉണ്ണിത്താനാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായി രംഗത്തെത്തിയത്. പല്ലും നഖവും വെച്ച് ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലായിരുന്നു ആക്രമണം കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയത്. എന്നാൽ മുരളീധരനായിക്കോട്ടെ, സുധാകരനായിക്കോട്ടെ, ഇവരെല്ലാവരും ഒരു പക്വമായ ഒരു അഭിപ്രായം പ്രകടനമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എടുത്തിരുന്നത്. അതായത് മറ്റൊന്നുമല്ല, പരാതി കൊടുത്തെങ്കിൽ കൃത്യമായി തന്നെ അന്വേഷിക്കട്ടെ, പരാതിയുമായി യുവതി മുന്നോട്ട് പോട്ടെ, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്നത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അത് ആദ്യം തന്നെ പാർട്ടി ഏറ്റെടുത്ത കാര്യമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെയല്ല, ഒരു പടി കൂടി കടന്ന് രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താന് ഭീഷണിയുമായി മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ ഫാൻസിന്റെ പൊങ്കാല. സുധാകരന്റെ വിശ്വസ്തൻ ജയന്ത ദിനേശ് അടക്കം കടന്നാക്രമണം നടത്തിയിരിക്കുകയാണ്. സുധാകരൻ അനുകൂലികളുടെ സൈബർ ആക്രമണത്തിന് വിധേയമാവുകയാണ് ഉണ്ണിത്താൻ ഇപ്പോൾ. ഉണ്ണിത്താൻ തലമറന്ന് എണ്ണ തേക്കരുതെന്നും തേച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അണികളും പാർട്ടിയും പഠിപ്പിച്ചു തരുമെന്നുമായിരുന്നു ജയന്ത ഫേസ്ബുക്കിൽ കുറിച്ചത്. സദാചാര പ്രശ്നത്തിൽ ഉണ്ണിത്താനെ ആക്രമിച്ചപ്പോഴും സുധാകരൻ സംരക്ഷണം ഒരുക്കിയിരുന്നു. പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടില്ല സുധാകരന്റെ സംരക്ഷണമെന്നും ജയന്ത കുറിച്ചു. ഇതിന് സമാനമാണ് മറ്റുള്ളവരുടെയും പൊങ്കാല. ഈ പാർട്ടിയിലെ ഏതൊരു നേതാവിനും ഏതൊരു പ്രവർത്തകനും CPMന്റെയോ BJPയുടെയോ ആക്രമണം നേരിട്ടാൽ അവർക്ക് കവചമായി K സുധാകരൻ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കൂടെയുണ്ടാകും. സദാചാര പ്രശ്നം പറഞ്ഞ് CPM ഉണ്ണിത്താനെ ആക്രമിച്ചപ്പോഴും അങ്ങനെ തന്നെ, രാഹുലിനെ ആക്രമിക്കുമ്പോഴും അങ്ങനെ തന്നെ. PJ കുര്യൻ സാറിനെയും ശശി തരൂരിനെയും ഇതുപോലെ വേട്ടപ്പട്ടികൾ ആക്രമിക്കാൻ വന്നപ്പോൾ ആദ്യം കവചം തീർത്തത് ഈ K സുധാകരൻ തന്നെയാണ്. ഇപ്പോൾ ആ കേസുകളൊക്കെ എന്തായി? ഈ പറയുന്നവരൊക്കെ തനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടല്ല അദ്ദേഹം സംരക്ഷിക്കുന്നത്. ഉണ്ണിത്താന് മനസ്സിലാവുന്നുണ്ടോ? തലമറന്ന് എണ്ണ തേക്കരുത്, തേച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അണികളും പാർട്ടിയും പഠിപ്പിച്ചു തരും എന്നാണ് ജയന്ത് ദിനേശ് എഴുതിയിരിക്കുന്നത്. ഫേസ്ബുക്കിലാണ് ജയന്തിന്റെ ഈ തുറന്നു പറച്ചിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ നടത്തിയത്. രാഹുൽ വടികൊടുത്ത് അടി വാങ്ങിയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മാധ്യമങ്ങളെ പ്രകോപിപ്പിച്ചു, ഇരയോട് അപമര്യാദയായി പെരുമാറി, രാഹുലിന്റെ PR സംഘം ആക്രമണം നടത്തി, ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചത് രാഹുലിനാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ പിന്തുണ തനിക്കുണ്ട് എന്ന് കാണിക്കാൻ രാഹുൽ ശ്രമിച്ചു. രാഹുലിനെ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പിന്തുണച്ചവർ മാറി ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. K സുധാകരൻ ഓരോ കാലത്തും ഓരോ കാര്യങ്ങൾ മാറ്റി പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് രാഹുൽ ശ്രമിച്ചതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു സൈബർ ആക്രമണം. K സുധാകരന്റെ ഫാൻസിനെ KS ഫാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലുടനീളം സുധാകരന് ഫാൻസ് ഉണ്ട്. ഇത് വീണ്ടും തെളിയിക്കുന്നതാണ് ഈ സംഭവത്തിലൂടെ. റിനീഷ് ജലാൽ ഇട്ട പോസ്റ്റ് നോക്കുകയാണെങ്കിൽ, മഞ്ചേരിയിൽ മഹിളാ കോൺഗ്രസ്കാരിക്ക് പാർട്ടി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാർ പിടികൂടി. ഇദ്ദേഹമാണെന്ന് കണ്ടപ്പോൾ അവർ ഇദ്ദേഹത്തോട് പൊയ്ക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. എങ്ങനെ പോവാൻ കഴിയും? മുണ്ടും അഴിഞ്ഞ് വെള്ളത്തിൽ മുങ്ങി നിന്നിരുന്ന ഇയാൾക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഉടനെ DYFIക്കാർ സ്ഥലത്തെത്തുകയും അവർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഓർമ്മയുണ്ടോ നേതാവേ? ഓർമ്മ കാണില്ല, വേണമെങ്കിലും വീഡിയോയും ഫേസ്ബുക്കിലേക്ക് ഇട്ടുതരാം. മുരളീധരൻ തന്നെ മുണ്ട് അയച്ചു വിട്ടതിന് ശേഷം എത്ര വർഷം ഒന്നും ആവാൻ കഴിയാതെ താൻ KPCC ഓഫീസിൽ തെണ്ടി നടന്നു എന്നത് മറന്നുപോയോ? കാസർഗോഡ് താൻ 2 തവണ MP ആയെങ്കിലും തൊട്ടിപ്പുറത്ത് കണ്ണൂർ എന്ന സ്ഥാനത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും മുസ്ലിം ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് താൻ തീർന്നു. തനിക്ക് ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിയുടെ ദയ കൊണ്ട് MP ആയതിന്റെ പെൻഷൻ കൊണ്ട് ജീവിക്കാം. അതുകൊണ്ട് ജീവിച്ചോളണം. പൊതുവേദിയിൽ, സോഷ്യൽ മീഡിയയിൽ ഇനി താൻ തള്ളാൻ വന്നാൽ പിന്നെ പൊങ്കാലയായിരിക്കും. താൻ പാർട്ടി കുടുംബത്തിൽ നിന്ന് കാണിക്കുന്ന കുത്തുകാൽ വെട്ടിന് തനിക്ക് മാപ്പില്ല. ഷാജു Hന്റെ കമന്റ് നോക്കുകയാണെങ്കിൽ, ഹസന്റെ പോസ്റ്റിന് താഴെയാണ് ഈ കമന്റ് വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ പോരാളിയായി മുന്നോട്ട് വന്ന പിണറായിസത്തെ TV ചാനലുകളിലൂടെയും തെരുവിലും ശക്തമായി നേരിട്ട കോൺഗ്രസിനും നേതാക്കൾക്കും പ്രതിരോധം തീർത്ത ഒരു യുവ നേതാവിനെ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ പിന്തുണച്ചതിൽ എന്താണ് തെറ്റ്? ഉണ്ണിത്താനെ താങ്കൾ ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ പരവർത്തകരെ പരിഹസിക്കുന്ന രീതിയിൽ രാഹുലിന്റെ PR ടീം എന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങൾ ഒരു യുവ നേതാവിന് വേണ്ടി ഒരു പ്രതിരോധം തീർത്തപ്പോൾ അതിനിടെ TV ചാനലുകളിൽ വന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്ന താങ്കളെ പോലെയുള്ളവരെയാണ് ഈ പാർട്ടിയുടെ എന്നത്തെയും ശാപമെന്ന വഴി ആരും മറക്കരുത് ഉണ്ണിത്താനെ. താങ്കൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള അർഹത പോലും ഉണ്ടോ എന്ന് താങ്കൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കണം, ചിന്തിക്കാനും തയ്യാറാകണം. ഇപ്പോൾ തൽക്കാലം ഇത്രയേ പറയാനുള്ളൂ. ഇലക്ഷൻ ഇനിയും വരും. അന്ന് അർഹതപ്പെട്ട റിസൾട്ട് അർഹതപ്പെട്ടവർക്ക് പാർട്ടി പ്രവർത്തകർ തന്നെ നൽകും. പ്രവർത്തകരുടെ ചോര നീരാക്കിയ സ്ഥാനമാനങ്ങളാണ് പലരും ഇന്ന് കൊണ്ടു നടക്കുന്നതെന്നും ആരും മറക്കരുത്, ഓർക്കണം. രാഹുൽ ഒരു നല്ല കോൺഗ്രസ് പോരാളിയായിരുന്നിടത്തോളം കാലം അദ്ദേഹത്തെ യുവജനത താങ്കളുടെ ഭാഷയിൽ പറഞ്ഞ PR ടീം അനുകൂലിക്കും, പ്രതിരോധിക്കും. മറ്റൊരു പരിഹാസം നിറഞ്ഞ കമന്റ് കൂടി വായിക്കുകയാണെങ്കിൽ, കെ സുധാകരനെ പറ്റി പറയണ്ട ഉണ്ണിത്താനെ, വാചക കസർത്ത് വേണ്ട, അത് വേണ്ട. ചുറ്റിനും നിന്ന കരുത്തു പകർന്ന എന്റെ 10-28 കുട്ടികളെ കൊന്നുതള്ളി ആ കടത്തങ്ങൾ മാഫി പുഴയുടെ തീരത്ത് നിന്ന് വാങ്ങിയപ്പോൾ വിങ്ങി തുടച്ച മനസ്സുമായി നടന്ന രാഷ്ട്രീയ നേതാവാണ് ഞാൻ. എനിക്ക് വിചാരമുണ്ടാവും, എനിക്ക് വികാരവും ഉണ്ടാകും. എന്റെ കുട്ടികളെ ഓർത്ത ഈ ഒറ്റ ഡയലോഗ് മതി കെ സുധാകരൻ ആരാണ് എന്ന് അറിയാൻ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളിൽ കെ സുധാകരൻ നടത്തിയ പ്രവർത്തനം ഒന്നും ഒരു കോൺഗ്രസുകാരനും നടത്തിയിട്ടില്ല. അതാണ് കെ സുധാകരൻ. ഇക്ബാൽ ഷബീബിന്റെ കമന്റ് നോക്കാം. താങ്കൾക്ക് കാസർഗോഡിലെ ജനങ്ങൾ ഒരു വില കൽപ്പിക്കുന്നുണ്ട്. അത് താങ്കൾക്കായി കളയരുതേ പൊന്നെ. എരിയുന്ന തീയിൽ എണ്ണ വാരിക്കോഴി ഒരുക്കണ്ട. അത് അവസാനം താങ്കൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറും. കത്തുന്നത് കെടുത്താൻ നോക്കുന്നതിന് പകരം പെട്രോൾ ഒഴിച്ച് ആളി കത്തിക്കരുത്. കോൺഗ്രസ് വലിയൊരു യുദ്ധത്തിന് ഇറങ്ങിയ സമയത്ത്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സംഘി സഖാക്കൾ ഒരുമിച്ചുകൂടി തകർക്കാൻ നിൽക്കുന്ന സമയത്ത് പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയത് തെണ്ടിത്തരമാണ്, തെമ്മാടിത്തരമാണ്. ഒരു ചെറുപ്പക്കാരനോട് പ്രണയം നടിച്ച് വശീകരിക്കാൻ ഹണി ട്രാപ്പിലേക്ക് ചെന്നെത്തിക്കാൻ നോക്കിയത് ശരിയാണ്. അതിലൂടെ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ശരിയായിരിക്കും. കിളവനായ സമയത്താണ് താങ്കൾ തലയിൽ മുണ്ടിട്ട് ഓടിയത്, അത് മറക്കരുത്. താങ്കളായിട്ട് തന്നെ താങ്കളുടെ ചരിത്രം പറയിപ്പിക്കരുത്. രാഹുലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുലിനെ കുറിച്ച് പറയുക, അതല്ലാതെ പാർട്ടിയിലുള്ള നിങ്ങളുടെ അധികാരമോഹവും അസൂയയും കുശുമ്പും വാശിയും വൈരാഗ്യവും ഈ ഒരു സമയത്ത് തീർക്കരുത്. തെണ്ടിത്തരമാണ് താങ്കൾ ചെയ്തത്. നിങ്ങളെ പോലെയുള്ള തെമ്മാടി വർഗങ്ങളാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്. സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടി രാഹുൽ എന്ന ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ പ്രവർത്തനം സംഘികൾക്കും സഖാക്കൾക്കും കുരുപൊട്ടിയതുപോലെ നിങ്ങളെപ്പോലെയുള്ള കുറച്ചു കിളവന്മാർക്കും കുരുപൊട്ടിയിട്ടുണ്ട്. സംഘി സഖാക്കൾ ഇല്ലാതാകുന്നത് പോലെ നിങ്ങളും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ തോന്നിവാസത്തിന് അണികൾ മറുപടി തരൂ. അണികൾ വിജയിപ്പിക്കാൻ മാത്രമല്ല, തെണ്ടിത്തരവും തെമ്മാടിത്തരവും കാണിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കും. ഇവനെ പോലെയുള്ള ഊളകൾ കാണിച്ച തെമ്മാടിത്തരത്തെ കാസർഗോഡിലെ ജനങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം. സംഘികൾക്കും സഖാക്കൾക്കും കിട്ടിയ അവസരം മുതലെടുപ്പ് നടത്തുന്നത് പോലെ താങ്കളും കിട്ടിയ അവസരം മുതലെടുപ്പ് നടത്തിയത് വെറും ആണും പെണ്ണും കെട്ട സ്വഭാവമായി പോയി. ഷംസി ഷായുടെ പ്രതികരണം നോക്കുകയാണെങ്കിൽ, ഞാൻ അനാശ്വാസ്യം ചെയ്തിട്ടില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞപ്പോൾ അന്ന് കേരളത്തിലെ മതേതരമായ #UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി കൂടെ നിന്ന് ഉണ്ണിത്താൻ കവചമൊരുക്കി. സോഷ്യൽ മീഡിയയിലും പുറത്തും ഉണ്ണിത്താൻ അനാശാസ്യം ചെയ്തു എന്ന ഈ രാജ്യത്തെ ഒരു കോടതിയും ഇതേവരെ പറഞ്ഞിട്ടുമില്ല. അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവും പറയുന്നു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അതും #UDF പ്രവർത്തകർ വിശ്വസിക്കുന്നു. വിശ്വാസം അതല്ലേ എല്ലാം. ഉണ്ണിത്താനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഉള്ളത് കോടതിയിലല്ലേ, പിണറായി വിജയന്റെ കൈകളിലാണ്. അതൊന്ന് കോടതിയിലെത്തി കോടതി തെറ്റുകാരനാണ് എന്ന് പറയുന്നത് വരെയെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടായിരുന്നു ഉണ്ണിത്താൻ ഹിന്ദുത്വത്തോടും കമ്മ്യൂണിസത്തോടും വിട്ടുവീഴ്ച ഇല്ലാതെ പോരാടുന്ന ഒരു നേതാവായത് കൊണ്ടാണ് ഉണ്ണിത്താനെ കാസർഗോഡുകാർ തോളത്തെടുത്ത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെയാണ് മാങ്കൂട്ടത്തിനെയും കേരളത്തിലെ മതേതര ജനത ചുമലിലേറ്റുന്നത്. അല്ലാതെ നിങ്ങളുടെയൊക്കെ ആചാരവും സദാചാരവും നോക്കിയിട്ടൊന്നുമല്ല എന്ന് നിങ്ങൾക്കും എല്ലാ നേതാക്കൾക്കും തിരിച്ചറിവുണ്ടാകണം. അതിനിടയ്ക്ക് കോലിട്ടിളക്കുന്ന പരിപാടിക്ക് നിൽക്കരുത്. നിന്നാൽ പാഠം പഠിക്കും. സത്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കമാന്നൊരക്ഷരം രാജ്മോഹൻ ഉണ്ണിത്താന്റെ വായിൽ നിന്ന് വരുമെന്ന് തോന്നുന്നില്ല, പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട്.